ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. അസൂയപ്പൂക്കൾ എന്ന അജയ് ഘോഷ് നോവലിന്റെ 10ാമത്തെ അധ്യായത്തിലേക്ക്. ഇപ്പോ എങ്ങനെയുണ്ട് ഡോക്ടർ? സംസാരിക്കുന്നുണ്ടോ? ദത്തൻ ഫോണിൽ ആകാംക്ഷയോടെ ചോദിച്ചു. 2 ദിവസം കൊണ്ട് ഡോക്ടർക്ക് അയാളുടെ മൂഡ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എവിടുന്നാണ് മിസ്റ്റർ ദത്തൻ ഇപ്പോൾ സംസാരിക്കുന്നത്? വീട്ടിൽ നിന്നോ അതോ റേഡിയോ സ്റ്റേഷനിൽ നിന്നോ? വീട്ടിൽ നിന്ന്. അല്ല, സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ വെറുതെ ആകാംക്ഷ കൊണ്ട് ന്യൂസ് വായിച്ച് തെറ്റണ്ടെന്ന് പറയാനായിരുന്നു. ഡോക്ടർ ചിരിച്ചു. ആ കുട്ടി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. മിക്കവാറും മറ്റന്നാളോ അതിനടുത്ത ദിവസമോ ഡിസ്ചാർജ് ചെയ്യാനാവും. താങ്ക് യു ഡോക്ടർ. ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് സിലബസിൽ ഇല്ലാത്തൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കൂ ഡോക്ടർ. ചടങ്ങ് എന്നായിരിക്കും? ദത്തൻ ചിരിച്ചുപോയി. ദീർഘനാളായി അടുപ്പമുള്ള ഒരു സുഹൃത്താണ് ഫോണിൽ മറുതലക്കൽ എന്ന് അയാൾക്ക് തോന്നി. വൈകില്ല. ക്ഷണിച്ചാൽ ഡോക്ടർ വരുമോ? റേഡിയോയിലൂടെ ക്ഷണിച്ചാൽ? ഡോക്ടർ കുലുങ്ങി ചിരിച്ചു. അങ്ങനെ ചെയ്താൽ ഡോക്ടർ എനിക്കൊരു പണി ശരിയാക്കി തരേണ്ടി വരും. ഒരു കമ്പൗണ്ടർ പണിയെങ്കിലും. ഫോൺ സംഭാഷണം കഴിഞ്ഞ് ദത്തൻ തിരിഞ്ഞു നോക്കിയത് വിദ്യയുടെ കണ്ണുകളിലേക്കായിരുന്നു. ആരുടെ കല്യാണക്കാരിയാണ്? വിദ്യ ചോദിച്ചു. ദത്തൻ ഉടനെ ഉത്തരം കൊടുത്തില്ല. എന്താ ദത്താൻ മിണ്ടാത്തത്? എന്താ ഞാൻ പറയേണ്ടത്? ഇഷ്ടമുള്ളത് തന്നെ പറഞ്ഞോളൂ. ചെറിയമ്മയ്ക്കറിയാലോ. ഞാൻ ആവർത്തിക്കണോ? അപ്പോ അച്ഛൻ്റെ വാക്ക് വെറും പുല്ല് അല്ലേ? വിദ്യ ദത്തനെ തറപ്പിച്ചു നോക്കി. നിശബ്ദത പാലിച്ചു. അവളല്ലേ ഹോസ്പിറ്റലിൽ? അതെ. എന്താ, ആത്മഹത്യക്ക് ശ്രമിച്ചോ? അതിനൊരിക്കലും ഇടവരില്ലത് ചെറിയമ്മേ. എല്ലാം ദത്തന്റെ കയ്യിലല്ലേ ദത്ത? അർത്ഥം വെച്ച് ചിരിച്ചുകൊണ്ട് വിദ്യ ചോദിച്ചു. അവളുടെ മോഹം നടക്കാതിരുന്ന പിന്നെ അതല്ലേ ഉള്ളൂ രക്ഷ. മോഹം നടക്കാതിരുന്നാലല്ലേ ഉള്ളൂ. ദത്തനും ചിരിച്ചു. തർക്കുത്തരം അസലാവുന്നുണ്ട്. അച്ഛന്റെ സ്വഭാവം അറിയാലോ. ആ കാര്യത്തിൽ ചെറിയമ്മയേക്കാൾ സീനിയറാണ് ഞാൻ. അമ്മയെ വേദനിപ്പിച്ചിട്ട കാലം മുതലേ എനിക്ക് നല്ല ഓർമ്മയാണ്. വിദ്യയ്ക്ക് ഇത്തിരി നേരത്തേക്ക് മൊഴിമുട്ടി. സംഭാഷണം പുനരാരംഭിക്കുന്നതിന് മുമ്പ് ദത്തൻ പടികൾ കയറി മുകളിലേക്ക് പോയി. ധൃതിയിൽ വേഷം മാറി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറായി താഴെ എത്തിയതും ഗേറ്റ് കടന്നു വരുന്ന കാറ് കണ്ടു. അതിൽ നിന്നും രാമകൃഷ്ണൻ നായരും KS നായരും ഭാര്യയും ലോലിതയും ഇറങ്ങി. ലോലിത ഓടി വന്ന് ദത്തന്റെ കയ്യിൽ പിടിച്ചു. എങ്ങോട്ടാ ദത്തേട്ടാ? എങ്ങും പോണ്ട. ഇന്ന് മുഴുവൻ എനിക്കാണ്. ദി ഹോൾ ഡേ. ദത്തൻ ധർമ്മസങ്കടത്തിലായി. അരിശം കൊണ്ട് ആകെ ചുളിഞ്ഞു. വിദ്യയുടെ ചുണ്ടില് ഒരു ചിരി തല കാണിച്ചു. അത് കണ്ടപ്പോൾ ദത്തന്റെ വാശിയും വർദ്ധിച്ചു. എനിക്ക് ഉടനെ സ്റ്റുഡിയോയിലെത്തണം. ഒരു നാടകം മിക്സ് ചെയ്യണം. റേഡിയോ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. നാളെ ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടതാണ്. പോയിട്ട് ഒരു അരമണിക്കൂറിൽ ഇങ്ങെത്താം. രാമകൃഷ്ണൻ നായർക്ക് വിദ്യയ്ക്ക് മറ്റെന്തെങ്കിലും പറയാനിട കിട്ടും മുമ്പേ ദത്തൻ പുറത്തേക്ക് പാഞ്ഞു. അപ്രതീക്ഷിതമായി തലയിൽ ശക്തമായ ഒരു അടി കിട്ടിയതുപോലെയാണ് വിദ്യയ്ക്ക് തോന്നിയത്. ഒരു വലിയ കടലാസ് പൊതിയും കൊണ്ടാണ് ദത്തൻ രാഖിയുടെ മുറിയിലേക്ക് കടന്നു വന്നത്. കട്ടിലിനരികിൽ വേണി ഇരിക്കുന്നുണ്ടായിരുന്നു. ഓറഞ്ചുകൾ, മുന്തിരിങ്ങകൾ പുഞ്ചിരിച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു. പിന്നെ പൊതി ടേബിളിൽ വെച്ചു. വേണി സീറ്റ് ഒഴിഞ്ഞു കൊടുത്തപ്പോൾ അവിടെ ഇരുന്നു. ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്തിരുന്നു. ഡോക്ടർ പറഞ്ഞു. വേണി കളിയാക്കി ചിരിച്ചുകൊണ്ട് അറിയിച്ചു. എന്താടേ ഒരുമാതിരി ചിരി? ഏയ് ഒന്നുമില്ല. ഡോക്ടർ ചോദിച്ചത് കേൾക്കണോ? ചടങ്ങ് എന്താണെന്ന്? ഏതായാലും ഞാൻ അഡ്വാൻസ് ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. മുറിവുകൾക്കും വേദനയ്ക്കും ഇടയിലെ രാഖിക്ക് നാണം വന്നു. സംസാരിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. രാഖി എന്തെങ്കിലും ഒന്ന് പറയാമോ? ഒന്ന് കേൾക്കാനാണ്. ദത്തൻ താല്പര്യപൂർവ്വം രാഖിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. രാഖി നാണം മൂലം കണ്ണുകൾ ഇറുക്കിയടച്ചു. ശരി, വേണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മതി. ദത്തൻ തുറന്നു. വിവരമൊക്കെ ചെറിയമ്മ അറിഞ്ഞിരിക്കുന്നു. കുറച്ചു മുമ്പേ എന്നോടൊന്ന് കോർത്തതേ ഉള്ളൂ. എന്തിന്? വേണി ചോദിച്ചു. ഫോൺ ഡയലോഗ് ഒളിഞ്ഞു എന്ന് കേട്ടു. അങ്ങനെ ഒരു വൃത്തികെട്ട ഹാബിറ്റ് ഉണ്ടല്ലോ. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയെങ്കിലും തടിയുരാമെന്ന് വെച്ചപ്പോ ഇതാ വരുന്നു പന്തം കൊളുത്തിപ്പട. ആര്? പാലം കോണ്ടാക്ടറും കുടുംബവും. വന്നപാട് ആ ഭ്രാന്തിപ്പണ്ണ് എന്റെ കയ്യിൽ തൂങ്ങി. ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിനിടയിലാണ് വേണി കണ്ടത്. രാഗി കരയുന്നു. ഇതെന്തു പറ്റി? ഷെടാ, കരയാൻ ഇവിടെ എന്തുണ്ടായി? വേണി ചോദിച്ചു. ഞാൻ കാരണം സ്ഥിരം പല്ലവി. കല്യാണം കഴിയും വരെ ഇതുണ്ടാവും. നേർച്ചയാ. വേണി കുറ്റപ്പെടുത്തി. ഓറഞ്ച് തരട്ടെ? ദത്തൻ ചോദിച്ചു. രാഗി കണ്ണുകളടച്ച് കാണിച്ചു. മുന്തിരിങ്ങ? വേണ്ട. എങ്കിൽ ശാന്തമായ ഒരു നല്ല ആലോചനകളുടെ കിടക്ക്. ദുഃഖരുത്, ഉത്കണ്ഠരുത്. എപ്പോഴാ ഏട്ടന് ഡ്യൂട്ടി? 4 മണിക്ക് പോയാൽ മതി. നീ ക്ലാസ്സിൽ പോയിക്കോളൂ. പോകാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. രാഗി പറഞ്ഞു. അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. നീ ഇവിടെ കിടക്കുമ്പോ എനിക്ക് പഠിക്കണ്ട. അതിൽ കുറച്ചുള്ള ജയം മതി.
വേണിയുടെ ചുമലിൽ തട്ടിക്കൊണ്ട് ദത്തൻ ചോദിച്ചു. ഏയ്, എന്താ വിളിച്ചത്? നീയെന്നോ? അതെ, വിളിച്ചൂടെ? നാളത്തെ ആരായി കിടക്കുന്നത്? അത് ഓർമ്മ വേണം. അത് നാളെയല്ലേ? ഇപ്പോൾ ഇവളെന്റെ കൂട്ടുകാരി, സഹമുറിയ. എടി നീ എന്നൊക്കെ ഞാൻ വിളിക്കും. ആർക്കാ എതിർപ്പ്? എനിക്ക്. അതങ്ങ് മനസ്സിൽ വെച്ചോ സാർ. ഇപ്പോഴെടുത്താലേ അത് ചെലാവൂല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിന്റെ പ്രേമബന്ധത്തിന് എന്റെ യാതൊരു പിന്തുണയും ഉണ്ടാവില്ല. എന്തോ സാർ പറഞ്ഞത്? എന്റെ പ്രേമബന്ധോ? ഞാനറിയാതെ അതെപ്പോ ഉണ്ടായി? ഉണ്ടായാലെന്നാണ് സൂചിപ്പിച്ചത്. അങ്ങനെ സൂചിപ്പിക്കണ്ട. ഒന്നുകൊണ്ട് തന്നെ ചെറിയമ്മ ആകപ്പാടെ അപ്സെറ്റാ. ഒന്നുകൂടെ വേണ്ട. 4 മണിയായിട്ടാണ് ദത്തൻ പോയത്. പോകുമ്പോ വേണിയെ ഓർമ്മിപ്പിച്ചു, ഇവിടെ തന്നെ ഉണ്ടാവണം. ഓ, ഉത്തരവ്. അന്ന് നീ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ കിടപ്പ് വേണ്ടി വരിക. കാലിടറിയപ്പോ നീ പിടിക്കില്ലായിരുന്നോ? വേണി പെട്ടെന്ന് രാഗിയുടെ പ്രതികരണം ശ്രദ്ധിച്ചു. എന്തോ ഒളിച്ചു പിടിക്കാനുള്ള ശ്രമം ആ കണ്ണുകളിലുണ്ടോ? ദത്തൻ പോയ ശേഷം വേണി ചോദിച്ചു, സാരിയിൽ തട്ടിയാണോ വീണത്? ഏ. ഞെട്ടി ഉണർന്ന പോലെ രാഗി വേണിയുടെ മുഖത്തേക്ക് നോക്കി. രാഗി വീണത് എങ്ങനെയായിരുന്നു? ഏ ഏ എന്താ ഇപ്പൊ ചോദിക്കാൻ? വെറുതെ. അതെ. എനിക്കെന്തോ വിശ്വാസം പോരാ. രാഗി പകച്ചു. അപ്പൊ ഞാൻ ഫോൺ ചെയ്യാൻ പോയപ്പോ നിങ്ങൾ രണ്ടുപേരും നോക്കൂ, ഞാൻ സാരി തട്ടിയാ വീണത്. സത്യ. വേണി പിന്നീട് ആ കാര്യം സംസാരിച്ചില്ല. പക്ഷെ രാഗിയുടെ കണ്ണുകള്, സ്വരഭേദം എല്ലാം അവളെ വീണ്ടും പഴയ സംശയത്തിലേക്ക് തന്നെ പിടിച്ചു വരച്ചു. റൂം നമ്പർ 18. അവള് വീണതിന് കാരണം ഞാനാണെന്നാവും നിന്റെ വിചാരം അല്ലേ? വേണിയുടെ മനസ്സ് അസ്വസ്ഥമായി. എവിടെയാണ് സത്യം? ആരാണ് ഒളിക്കുന്നത്? താൻ ഫോൺ പോയപ്പോ ടെറസിൽ എന്താണ് സംഭവിച്ചത്? വേണി. രാഗിയുടെ ശബ്ദം കേട്ട് വേണി ഉണർന്നു. അവൾക്കടുത്ത് ചെന്നിരുന്നു. അച്ഛനെ അറിയിച്ചോ? അറിയിച്ചില്ല. വേണ്ട, വിഷമിക്കും. പാവം, ഇത്ര ദൂരം യാത്ര ചെയ്ത്. സീരിയസ് അല്ലെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അറിയിക്കാഞ്ഞത്. നന്ദി. നമ്മൾ തമ്മില് നന്ദിയൊക്കെ പറയണോ? ഒരു നിമിഷ നേരത്തെ മൗനത്തിന് ശേഷം രാഗി ചോദിച്ചു. മിലി മുറിയിലുണ്ട്. ഇങ്ങോട്ട് വരില്ലേ? ചോര കണ്ടിട്ട് തലയുറ്റി പോയതാണ്, വരുമെന്ന് തോന്നില്ല. എന്താ? ഒന്നുമില്ല എന്ന് രാഗി കണ്ണടച്ച് കാണിച്ചു. വേണി രാഗിയുടെ മുഖം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞ് രാഗി വീണ്ടും അവളെ വിളിച്ചു. എന്താ രാഗി, നിന്റെ മനസ്സിലെന്താ? എന്താണെങ്കിലും പറയൂ. ദത്തൻ സാറിനോട് മിലിയെ കല്യാണം കഴിക്കാൻ പറയുമോ? വേണി അമ്പരന്ന് പോയി. അധ്യായം 30. ഡ്യൂട്ടി കഴിഞ്ഞോ? രാത്രിയില് റേഡിയോ സ്റ്റേഷൻ വാഹനത്തില് വീട്ടിലെത്തിയ ദത്തനോട് രാമകൃഷ്ണൻ ചോദിച്ചു. കഴിഞ്ഞു. കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോകാൻ ഭാവിക്കായിരുന്നു ദത്തൻ. നിൽക്ക്. ദത്തൻ തിരിഞ്ഞു നോക്കി. 4:30 വരെ നീ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. രാമകൃഷ്ണൻ നായർ മകനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തോ നാടകം മിക്സ് ചെയ്യാനുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് മിക്സ് ചെയ്തോ? ദത്തൻ മറുപടി കൊടുത്തില്ല. ഹോസ്പിറ്റലായിരുന്നോ മിക്സിങ്? അപ്പൊ വാതിക്കൽ വിദ്യ പ്രത്യക്ഷപ്പെട്ടത് ദത്തൻ കണ്ടു. ചോദിച്ചോ കേട്ടില്ലടാ? രാമകൃഷ്ണൻ നായരുടെ സ്വരമായിരുന്നു. കേട്ടു. എന്നിട്ടും മിണ്ടാത്തതെന്താ? ആ ചോദ്യം വന്നത് വിദ്യയിൽ നിന്നായിരുന്നു. കണ്ടോ ആ നോട്ടം? കണ്ടോ? ഞാനൊന്നും ചോദിച്ചൂടാ. വിദ്യ വിലപിച്ചു. എന്നാ ആര് പറഞ്ഞു? നീ അല്ലാതെ പിന്നെ ആരാ ചോദിക്കാൻ? രാമകൃഷ്ണൻ നായർ ദത്തന്റെ അടുത്തേക്ക് വന്നു. കേസിനെയും ഫാമിലിയെയും നീ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുകയായിരുന്നില്ലേ? അല്ല. പിന്നെ അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്തിനാ? അവരോട് വരാൻ പറഞ്ഞ ഞാനല്ലല്ലോ. ചി, അധിക പ്രസംഗം പറയുന്നോടാ. കൈ ഉയർത്തിക്കൊണ്ട് ദത്തനോടത്തെ രാമകൃഷ്ണൻ നായരെ വിദ്യ കയറി പിടിച്ചു. എന്താ ഈ കാണിക്കുന്നത്? തന്നോളം പോന്ന മോനെയാണോ തല്ലുന്നത്? മര്യാദകേട് കാണിച്ചാൽ അവസാനിപ്പിക്കും ഞാൻ. രാമകൃഷ്ണൻ നായർ കണ്ണുരുട്ടി. ഞാൻ എന്ത് മര്യാദക്കേട് കാണിച്ചെന്നാ? ആ പെണ്ണിനെ എനിക്ക് വേണ്ടാന്ന് നേരത്തെ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞല്ലേ. പിന്നെ എന്തിനാ കൂട്ടിക്കൊണ്ടു വരുന്നത്? എന്റെ മനസ്സ് മാറുമെന്ന് വിചാരിച്ചിട്ടാ. നിന്റെ മനസ്സ് മാറണമെന്ന് ആരാടാ പറഞ്ഞേ? എന്റെ മനസ്സാണ്. എനിക്ക് മനസ്സാണ്. എനിക്ക് പരിപൂർണ സമ്മതാണ്. അത് പോരല്ലോ. ദത്തം പിറുവിറുത്തു. എന്താടാ ഈ മർമറിങ്? ഉറക്കെ പറയടാ. എന്റെ കല്യാണത്തിന് എന്റെ സമ്മതമല്ലേ മുഖ്യം? അല്ല, നിശ്ചയിച്ചാല് അത് ഞാൻ നടത്തും. അതാണ് എന്റെ ക്യാരക്ടർ. നിനക്കറിയാലോ. സ്വന്തം കാര്യത്തിൽ അത് ശരിയായിരുന്നു. വിദ്യ നോക്കിക്കൊണ്ട് ദത്തൻ പറഞ്ഞു. പക്ഷെ ഈ കാര്യത്തിൽ അങ്ങനെയാവില്ല. ഉറപ്പാണോ? എന്തിനാണ് അച്ഛാ വെറുതെ വാശി? വാശി അച്ഛനോ മോനോ? നമ്മുടെ സ്റ്റാറ്റസിന് ചേരാത്ത ബന്ധം തന്നെ വേണമെന്ന് വാശി ദത്തനല്ലേ? വിദ്യ ചോദിച്ചു. കാറും ബംഗ്ലാവും ക്ലബും ലൈഫും ആണോ സ്റ്റാറ്റസ് സിമ്പിൾസ്? അതോ തലയണ മന്ത്രവും അന്യരുടെ ഡയലോഗ് ഒളിഞ്ഞു കേൾക്കലോ? വിദ്യ ഞെട്ടി. നോക്കൂ,
ദത്തൻ എത്ര അർത്ഥം വെച്ചാണ് സംസാരിക്കുന്നത്? അർത്ഥം ചെറിയമ്മയ്ക്ക് മനസ്സിലാവുക തന്നെയല്ലേ? ദത്ത നിർത്ത്, ഒന്നും എനിക്ക് കേൾക്കണ്ട. കേസിന്റെ മോളെയും നീയുമായിട്ടുള്ള കല്യാണം നടക്കണം. രാമകൃഷ്ണൻ നായർ വിധി പ്രസ്താവിച്ചു. പ്രയാസാണ് അച്ഛാ. എങ്കിൽ എനിക്ക് മറ്റൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ആ തീരുമാനം എന്താണെന്ന് ദത്തൻ ചോദിച്ചില്ല. ചോദിക്കാതെ തന്നെ രാമകൃഷ്ണൻ നായർ പറഞ്ഞു, എന്നെ അപമാനിക്കുന്നവർ ഈ വീട്ടിൽ കഴിയുന്നത് എനിക്കിഷ്ടമല്ല. അയ്യോ, എന്താ ഈ പറയുന്നത്? വിദ്യ ഒരു ഞെട്ടൽ അഭിനയിച്ചു. നീ മിണ്ടരുത്. രാമകൃഷ്ണൻ നായർ വിദ്യയെ ഭയപ്പെടുത്തുന്നതായിട്ട് നടിച്ചു. വീണ്ടും ദത്തിന് നേരെ തിരിഞ്ഞു. ഒന്നുകിൽ എന്നെ അനുസരിക്കുക, അല്ലെങ്കിൽ അറിയാം അച്ഛാ, അച്ഛന്റെ സമ്മതമില്ലാതെ ഞാനിവിടെ താമസിക്കില്ല. പറഞ്ഞാ മതി, ആ നിമിഷം ഞാൻ ഇറങ്ങിത്തരാം. ദത്തൻ പടികൾ കയറി മുകളിലേക്ക് പോയി. രാമകൃഷ്ണൻ നായർ സ്വയം നിയന്ത്രിക്കാൻ പാടുപെട്ടു. രക്തസമ്മർദ്ദത്തിന്റെ അസ്വസ്ഥത അയാളെ പിടികൂടിയതും വിദ്യ ഗുളികയെടുക്കാൻ കിടപ്പറയിലേക്ക് ഓടി. വേണി ചെല്ലുമ്പോൾ മിലി മുറിയിലില്ലായിരുന്നു. അവള് ഡൈനിങ് ഹാളിലായിരുന്നു. എതിരെ ഇരിക്കുന്ന മുഖങ്ങൾ അവൾ കണ്ടില്ല. പ്ലേറ്റിലെ ചപ്പാത്തിയിൽ തടവിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത സീറ്റിലെ പെൺകുട്ടി ചോദിച്ചു, എന്താ സ്വപ്നം കാണുകയാണോ? നിനക്ക് വല്ല നഷ്ടമുണ്ടോ ഇഡിയറ്റ്? മിലി പെൺപുലിയെ പോലെ ചീറി. ചപ്പാത്തി പാത്രം മുന്നോട്ട് തള്ളി. എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. തലയിൽ നിറയെ കടൽ തിരകളായിരുന്നു. ചിത്തഭ്രമം വന്ന കടൽ തിരകള്, ചൂടുപിടിച്ച തിരകള് അലറുന്നു, ചീറുന്നു, പാറക്കെട്ടിൽ അടിച്ച് ചിതറുന്നു. മുറിയിലെത്തുമ്പോൾ അവിടെ വേണിയുണ്ട്. അവരെ പരസ്പരം നോക്കി. മിലി ബാത്റൂമിൽ കയറി കതകടച്ച് എല്ലാം വലിച്ചൂരി എറിഞ്ഞ് കുറെ നേരം ഷവറിന് കീഴിൽ നിന്നു. സിരസിലെ ഉഷ്ണം തണുക്കാൻ തണുത്ത ജലധാരയ്ക്ക് കഴിയുന്നില്ല. ശരീരം ഒരു ഫർണസായി മാറിയിരിക്കുന്നു. പുസ്തകത്തിൽ ശ്രദ്ധ നിൽക്കുന്നില്ല. കാസറ്റിൽ ശ്രദ്ധ നിൽക്കുന്നില്ല. സമാധാനം തരാൻ ഒന്നിനും കഴിയുന്നില്ല. സർവവും താളം തെറ്റിയിരിക്കുന്നു. മിലി ഓർത്തു. രാവിലെ കോളേജിൽ വെച്ച് രാജേഷ് ഒരു കാമുകന്റെ അവകാശബോധത്തോടെ വന്നു. ഒരു രാത്രിയിലെ സഹശയനത്തിന്റെ ബലത്തിൽ മുഖം ആകെ റോസാപ്പൂ മാതിരി തുടുത്തിരുന്നു. മിലി, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് സംഭവിച്ചത് തന്നെയാണോ? മിണ്ടിയില്ല. ഇനി എന്നാണ്? എന്ത്? അതുപോലെ നമ്മളൊന്നിച്ച് സൂക്ഷിച്ചു നോക്കി, അപരിചിതനെ നോക്കുന്നത് പോലെ. പിന്നെ താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞു, മേലിൽ ഇത്തരം ലോ ക്ലാസ് ഡയലോഗും കൊണ്ട് എന്റെ മുന്നിൽ വരരുത്, മനസ്സിലായോ? രാജേഷിന്റെ റോസാപ്പൂ മുഖത്ത് ചോര വാർന്നുപോയി. അയാളെ പോലെയുള്ളവന്മാരും കണ്ടിട്ടുള്ള പെണ്ണുങ്ങളിൽ ഒരുത്തിയല്ല താനെന്ന് വ്യക്തമായി കാണും. മിലി ഷവർ ഓഫ് ചെയ്തു. സ്നാനം അവസാനിച്ചു. ടവൽ ചുറ്റി പുറത്തേക്ക് വന്നു. നൈറ്റി അണിഞ്ഞ് കിടക്കയിലേക്ക് ചാഞ്ഞു. വേണി, അവളുടെ നിശബ്ദതയുടെ അർത്ഥം എന്താണ്? ഇപ്പൊ ചോദിക്കും. നീയാണ് കാരണം അല്ലേ? രാഗയെല്ലാം പറഞ്ഞിരിക്കും. അനുകമ്പയുടെ പുഷ്പവൃഷ്ടിയില് അവൾ സന്തുഷ്ടിയായി കിടക്കുകയാവും. മിലി തലതിരിഞ്ഞു നോക്കി. വേണി എന്തെങ്കിലും ചോദിച്ചേ മതിയാകൂ. അവളുടെ ചോദ്യം എന്തായാലും നേരിടും. ഈ നിശബ്ദത വീർപ്പ് മുട്ടിക്കുന്നു. വേണി, മിലി വിളിച്ചു. ഞാൻ ഈ റൂം മാറണോ? റൂം മാറുകയെ? എന്തിന്? വേണമെങ്കിൽ ഈ ഹോസ്റ്റൽ വിട്ടേക്കാം. കാരണം എന്താ? മിലി മറുപടി പറഞ്ഞില്ല. അവൾ എഴുന്നേറ്റ് ജനാലക്കരികിൽ ചെന്ന് ജനൽ കമ്പികളെ ഞെരിച്ചു. ഇനി നീ എന്നോട് സംസാരിക്കില്ലെന്നറിയാം. കാരണം ഞാനൊരു ബാഡ് ക്യാരക്ടർ അല്ലേ? ബാഡ്, വെരി ബാഡ്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ തന്നെ എന്തൊക്കെയോ പറയുന്നു. നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. പഴയ മിലിയല്ല നീ, തീർച്ച. എന്താ ഉണ്ടായതെന്ന് പറയൂ. പറഞ്ഞില്ലേ? അവള് പറഞ്ഞില്ലേ? പറഞ്ഞു. പറയുമെന്ന് എനിക്കറിയാം. അവള് സുന്ദരി, നിഷ്കളങ്ക, എല്ലാ നന്മകളുടെയും കേന്ദ്രം. ഞാൻ ചീത്ത. മിലി. വേണി എഴുന്നേറ്റ് എന്ന് മിലിയുടെ കൈകളിൽ പിടിച്ചു. മിലി കുതറി മാറി നിന്നു. വേണ്ട, എന്നെ തൊടണ്ട. ദൂരെ നിർത്തിക്കോളൂ. ഞാൻ വിച്ചാണ്, ദുർമന്ത്രവാദിനി. ഞാൻ പോയിക്കോളാം. ഈ ഹോസ്റ്റൽ വിട്ട്, ഈ സിറ്റി വിട്ട്. മിലി, എന്താ ഇത് കുട്ടി? വേണി അവളെ ചുറ്റിപ്പിടിച്ചു. അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവൾ പറഞ്ഞത് വിശ്വസിച്ചോളൂ. അത് ശരിയാണ്. അവൾ പറഞ്ഞത് ശരിയാണോ? അതെ അതെ, സാരിയിൽ തട്ടിയാണ് വീണതെന്ന് അവൾ പറഞ്ഞു. അതാണോ ശരി? വേണി മിലിയുടെ നേർക്ക് ഉറ്റുനോക്കി ചോദിച്ചു. മിലിയിൽ നിന്നും ശബ്ദവും ചലനവും വേറിട്ട് മാറി. അവൾ മരവിച്ചു പോയി. ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു. അതേ ഉത്തരം. ഇനി പറയ്, അതായിരുന്നോ ശരി? ശിരസിനുള്ളിലെ അഗ്നിഗോളം പൊട്ടിത്തെറിച്ചതായിട്ട് മിലിക്ക് അനുഭവപ്പെട്ടു. പൊള്ളുന്നുണ്ട്, പക്ഷെ ആ പൊള്ളലിന് സുഖം തോന്നുന്നു. ജീവിതത്തിൽ ഇന്നോളം അനുഭവപ്പെടാത്ത സുഖം, സമാധാനം. രാഗി, അവൾ സത്യം പറഞ്ഞില്ല. നിലാവ് സാക്ഷി നിൽക്കെ നടന്ന ആ കറുത്ത സംഭവങ്ങള് അവൾ വേണിയോട് പറഞ്ഞിട്ടില്ല. ഈശ്വര, ഇതല്ല താൻ പ്രതീക്ഷിച്ചത്. ഇതായിരുന്നില്ല അവളെക്കുറിച്ച് തന്റെ ഭാവന. മിലി, എന്താ മിണ്ടാത്തത്? എനിക്ക് മിലിയുടെ തൊണ്ടയിൽ വെള്ളം വറ്റി, വാക്കുകൾ വറ്റി, ശബ്ദം മുടന്തി.
രാഗി ഒന്നുകൂടി പറഞ്ഞു. കേൾക്കണോ? മിലി വേണിയുടെ മുഖത്തേക്ക് നോക്കി. ദത്തേടനെ കൊണ്ട് നിന്നെ വിവാഹം ചെയ്യിപ്പിക്കണമെന്ന്. നിശബ്ദത. ഞാനൊന്നും പറഞ്ഞില്ല. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? നിശബ്ദത. അല്പനിമിഷങ്ങൾ ആരും സംസാരിച്ചില്ല. വേണിയുടെ കണ്ണുകൾ തന്റെ മുഖത്താണെന്ന് മിലിക്ക് തോന്നി. എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല രാഗി. എന്തിനാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന്. നിനക്കോ മിലി? നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? മിലിയുടെ തൊട്ടു മുമ്പിലേക്ക് വന്ന് വേണി ചോദിച്ചു. മിലി പതറിപ്പോയി. മിലിയിൽ നിന്നും മറുപടി ഒന്നും കേൾക്കുന്നില്ലെന്നായപ്പോ അവള് തിരിഞ്ഞു നടന്നു. വീണ്ടും ജനാലക്കരികിലെത്തി. എനിക്ക് മനസ്സിലായ ഒരു സത്യം ഞാൻ പറയട്ടെ. വേണിയൊന്ന് നിർത്തി. പിന്നെ തുടർന്നു. സ്നേഹത്തിന് പകരം സ്നേഹം കൊടുക്കാൻ ചിലർക്കെങ്കിലും കഴിയും. പക്ഷെ വെറുപ്പിനും ഇൻസൾട്ടിനും പകവീട്ടലിനും പകരം സ്നേഹം കൊടുക്കാൻ ആർക്കും കഴിയും? ആർക്കും കഴിയില്ല. അഥവാ കഴിഞ്ഞാൽ അവർ മനുഷ്യരാണെങ്കിലും അവര് ദൈവങ്ങൾ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. രാഗിയെ ഞാൻ എങ്ങനെ വിളിക്കും മിലി? ദൈവമെന്ന്. വേണിയുടെ കാലച്ച് അകന്നകന്ന് പോകുന്നത് മിലി കേട്ടു. മുറിയില് നിശബ്ദത നിറഞ്ഞു. ഇരുട്ടു നിറഞ്ഞു. മുറിയിൽ നിന്നും പ്രാണവായു ചോർന്നു പോകാൻ തുടങ്ങി. ഇരുട്ടിന്റെ കടലില് മിലി തനിയെ നിന്നു. അധ്യായം 31. രാഗി. പ്രഭാതത്തിലെ ആദ്യ സന്ദർശകരുടെ സ്വരം അവളെ ഉണർത്തി. ഉണർന്നു നോക്കിയതും അവൾ അത്ഭുതപ്പെട്ടുപോയി. മിലി. നിറങ്ങളുടെ ഉത്സവം. മോഡേൺ വേഷങ്ങൾ മാത്രം ധരിക്കാറുള്ള അവള് ചാരനിറത്തിലുള്ള ഒരു സാരി ചുറ്റിയിരിക്കുന്നത് മറ്റൊരു അത്ഭുതമായി. കഴുത്തിൽ നേർത്തൊരു ചെയിൻ മാത്രം. നിലാവിലെ ഹോസ്റ്റൽ ടെറസിൽ കണ്ട ശേഷം ഇതാ ഇപ്പോ. പക്ഷെ രാഗിക്ക് ഭയമോ സംഭ്രമോ ഉണ്ടായില്ല. അത്ഭുതം. അത്ഭുതം മാത്രം. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. മിലിയുടെ മുഖത്തെ ഭാവം. ഔദിത്യവും പുച്ഛവും മാത്രം തേർവാഴ്ച നടത്തിയിരുന്ന ആ മുഖം തന്നെയാണോ ഇപ്പോ തന്റെ തൊട്ടു മുമ്പിൽ നിന്ന്? രാഗിയുടെ മനസ്സ് ചോദിച്ചു. ബാൻഡേജ് ഇട്ട കൈകുത്തി അവൾ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചതും മിലി വേഗം താങ്ങിയിരുത്തി. രണ്ടുപേരും നിമിഷങ്ങളോളം പരസ്പരം നോക്കി. രാഗിയാണ് ആദ്യം സംസാരിച്ചത്. ഈ ഈ ഈ ഇരിക്കും മിലി. വിക്ക് തന്നെ വല്ലാതെ ഉപദ്രവിച്ചേക്കാമെന്ന് അവൾക്ക് തോന്നി. മിലി നിൽക്കുകയാണ് കട്ടിലിനരികില്. ആ സ്റ്റൂളിലിരിക്കാൻ അർഹതയില്ലാത്തവളെ പോലെ. ഈ ഇരിക്കൂന്ന് രാഗി നിർബന്ധിച്ചപ്പോൾ മിലിയിരുന്നു. ആ ഇരിപ്പ് രാഗിക്കും പുതുമയായിരുന്നു. കാലുമേ കാലേറ്റിയോ തുടവിറപ്പിച്ചോ ഇരിക്കാറുള്ള ആ പെൺകുട്ടി എവിടെ? തല ചുറ്റീന്ന് വേണി പറഞ്ഞു. എന്തു പറയണമെന്നറിയാതെ മിലിയിരുന്നു. ചോര കണ്ട തലചുറ്റും ലേ? അത്. മറുപടിയിൽ നിന്നും ഒഴിവാകാനായി അവൾ രാഗിയുടെ നെറ്റിയിലേക്കും കൈകളിലേക്കും നോക്കി. ബാൻഡേജിലും പ്ലാസ്റ്ററിലും തലോടി. വേദനയുണ്ടോ? മിലി ചോദിച്ചു. ഉണ്ടായിരുന്നു. ഇപ്പൊ കുറഞ്ഞു. രാഗി കൈനീട്ടി ടേബിളിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്ത് മിലിക്ക് നീട്ടി. മിലി ആ ഓറഞ്ചിലേക്ക് നോക്കി. കഴിക്കൂ. എന്നോട് ദേഷ്യമില്ലേ രാഗി? രാഗി ആ ചോദ്യം കേട്ടതേയില്ല. ഓറഞ്ച് കഴിക്കൂ. വേണിയോട് സത്യം പറയാത്തത്? സത്യമോ? ഏത് സത്യം? ഞാൻ രാഗിയെ തള്ളിയിട്ടതാണെന്ന്. രാഗി ചിരിച്ചു. പിന്നെ ഓറഞ്ച് പൊളിച്ച് രണ്ടല് മിലിക്ക് നീട്ടി. ഒന്ന് പറയൂ രാഗി. എന്തിനത് മറച്ചു വെച്ചു? ഒന്നും മറച്ചിട്ടില്ല. ഇല്ല രാഗി. മിലിയുടെ സ്വരത്തിൽ ഇടർച്ച വീണു. ഐ ആം എ ക്രിമിനൽ. ഒരു ക്രിമിനലിനെ എന്തിനു രക്ഷിച്ചു എന്നാണ് എനിക്കറിയേണ്ടത്. പറയൂ. എന്തിനാ നുണ പറഞ്ഞു? അപ്പോഴും രാഗി പുഞ്ചിരിച്ചു. വീണ്ടും ഓറഞ്ചലികൾ നീട്ടിക്കൊണ്ട് മറുപടി കൊടുത്തു. ഞാൻ നുണ പറഞ്ഞിട്ടില്ല. ഇല്ലേ? എങ്ങനെയാ രാഗി ടെറസിന്ന് വീണത്? സാരി തട്ടിയിട്ട്. അങ്ങനെ പറഞ്ഞ ശേഷം അവൾ ഓറഞ്ച് മിലിയുടെ ഉള്ളം കൈയിലേക്ക് വെച്ചു. കഴിക്കൂ എന്ന് കണ്ണുകൾ കൊണ്ട് ആവശ്യപ്പെട്ടു. മിലി ആദ്യം കാണുന്നത് പോലെ ആ പെൺകുട്ടിയെ നോക്കി. ആഴം പിടികിട്ടാത്ത സമുദ്രത്തെ നോക്കുന്നത് പോലെ, അർത്ഥം പിടികിട്ടാത്ത അഗാധമായ ഗ്രന്ഥം വായിക്കുന്നത് പോലെ മിലിയുടെ കണ്ണുകൾക്ക് മുമ്പിൽ ആ നിലാവ് വീണ്ടും പിറന്നു. ചൂടുനിലാവ്. ചന്ദ്രബിംബത്തിൽ നിന്നും വെളുത്ത തീയെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വർഷിക്കാൻ തുടങ്ങി. ടെറസിൽ നിലാവെന്ന തീക്കടൽ ഒഴുകി നിറഞ്ഞു. വേണിയെ തേടി ഇറങ്ങാൻ ഭാവിച്ച പ്രതിയോഗിയുടെ പിന്നിൽ നിന്നും ആഞ്ഞു തള്ളിയ കൈകളിലേക്ക് മിലി കുനിഞ്ഞു നോക്കി. ചോര കണ്ടോ? രണ്ട് കൈവെള്ളകളും നിലാവിന്റെ ചോര. കൈകളിലേക്ക് നോക്കിയിരിക്കെ പടികൾക്ക് താഴെ തറയിൽ ബോധമറ്റ് കിടക്കുന്ന രാഗിയുടെ രൂപം അവിടെ വീണ്ടും തെളിഞ്ഞു. മിലി മുഖുയർത്തി നോക്കി. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ. ഒരു ചെറിയ കുട്ടിയെ പോലെ മന്ദഹസിച്ചുകൊണ്ട് ബാൻഡേജ് ഇട്ട കയ്യിൽ മെല്ലെ മെല്ലെ തലോടിക്കൊണ്ട് രാഗിയിരുന്നു. വെറുപ്പിനും ഇൻസൾട്ടിനും പകവീട്ടലിനും പകരം സ്നേഹം കൊടുക്കാൻ ആർക്കും കഴിയും. വേണിയുടെ ചോദ്യം വീണ്ടും കേൾക്കുന്നതായിട്ട് മിലിക്ക് തോന്നി. ഏയ് ഈ ഈ ഈ ഇതെന്താ ഓറഞ്ച് കഴിക്കാത്തത്? രാഗി നിരങ്ങി അടുത്തേക്കിരുന്നു. കയ്യിൽ തൊട്ടതും മിലിയുടെ കണ്ണുകൾ തുളുമ്പി ഒഴുകിയതും ഒന്നിച്ചായിരുന്നു. രാഗി പകച്ചുപോയി. എന്ത് ചെയ്യണമെന്ന ഒരു നിമിഷം പിടികിട്ടിയില്ല. പിന്നെ മിലിയുടെ കയ്യിൽ പിടിച്ചു പൊളിച്ചു. മില്ലി, എന്താ ഇത്?
ഞാൻ വേദനിപ്പിച്ചോ? ഇ- ഇല്ലല്ലോ. നോക്കൂ, ക- 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 കരയല്ലേ. എനിക്കൊരു ദേഷ്യമില്ല. സത്യം. മരണം വരെ ആരോടും പറയില്ല. മരിച്ചുപോയ അമ്മമ്മൽ സത്യം. മിലി അവളുടെ കൈവെള്ളയിൽ പിന്നെ മടിയിൽ മുഖമമർത്തി കരഞ്ഞു. കരച്ചിലിനിടയിൽ അവൾ പറഞ്ഞു, ഞാൻ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ, കരയിച്ചിട്ടേ ഉള്ളൂ. ഏയ്, എനിക്ക് ഓർമ്മയില്ലല്ലോ. പേഷ്യൻ്റ് ആയിരുന്നു ഞാൻ, മെന്റൽ പേഷ്യൻ്റ്, ഭ്രാന്തി. ആ, അങ്ങനെയൊന്നും പറയില്ല മിലി. എന്തിനാ കഴിഞ്ഞതൊക്കെ ഓർക്കുന്നത്? നോക്കൂ, ഞാൻ വേണിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. മിലി അത് അറിഞ്ഞോ? മിലി കരയുകയായിരുന്നു. മുഖോർത്താതെ മറുപടി പറഞ്ഞു. ദത്തൻ സാറിനെ മിലി പെട്ടെന്ന് മിലി മുഖമുയർത്തി കൈനീട്ടി രാഗിയുടെ ചുണ്ടില് വിരലമർത്തി വാക്കുകളെ തടഞ്ഞു. അരുത്, ഇനിയൊന്നും പറയരുത്, ഒന്നും. അത് യാചനയായിരുന്നു. രാഗി ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു. പിന്നെ മിലിയുടെ കവിളിലേക്ക് ഒഴുകുന്ന കണ്ണുനീർ ചാലുകൾ തുടച്ചു കൊടുത്തു. വീണ്ടും ഓറഞ്ചല്ലികൾ നീട്ടി. അവരെ ദൈവങ്ങൾ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. രാഗിയെ ഞാൻ അങ്ങനെ വിളിക്കും. പിന്നെയും വേണിയുടെ സ്വരം കേട്ടു. രാഗി നീട്ടിയ ഓറഞ്ചലികൾ മിലി വാങ്ങി. ഒരെണ്ണം രാഗിയുടെ വായിൽ വെച്ചിട്ട് അവൾ അത് ചവയ്ക്കുന്നത് കൗതുകത്തോടെ നോക്കിയിരിപ്പായി. മിലി എപ്പോ പോയെന്നറിയില്ല. രാഗി മയങ്ങിപ്പോയിരിക്കുന്നു. സിസ്റ്റർ ഗുളിക കൊടുക്കാൻ വിളിക്കുമ്പോഴാണ് പിന്നെ ഉണരുന്നത്. സിസ്റ്റർ, ഇവിടെ ഇരുന്ന കുട്ടി ദാ ഇത്ര നേരവും ഈ സ്റ്റൂളിലിരിക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞിട്ടാ പോയെ. സിസ്റ്റർ മരുന്ന് കൊടുത്തു. ക്ലാസ്മേറ്റ് ആ കുട്ടി? അതെ. വളരെ ക്ലോസ് ആണെന്ന് തോന്നല്ലോ. എന്തേ? കരഞ്ഞു കണ്ണൊക്കെ കലങ്ങിയ പോലെ. സിസ്റ്റർ പുറത്തേക്ക് നടന്നപ്പോൾ രാഗി പിന്നെയും തനിച്ചായി. ദൂരെ എവിടെയോ നിന്നോ റേഡിയോ ഗാനം കേൾക്കാം. ജനാലച്ചില്ലിലൂടെയുള്ള കാഴ്ച സുന്ദരമാണ്. നിറയെ ഇലകളുള്ള ഒരു മരം. അതിനുള്ളിലെ കാഴ്ചകൾ സുന്ദരമാണ്. ചലനങ്ങൾ ചെറിയ പക്ഷികളാണോ? മനസ്സിലും പക്ഷികൾ ചലിക്കുന്നു, കുറുകുന്നു. മിലിയുടെ മുഖം, മിലിയുടെ പെരുമാറ്റം. ലോകത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ്. എപ്പോഴും മിലിയുടെ വരവും സ്നേഹം നിറഞ്ഞ വാക്കുകളും ഒരു കടങ്കഥയായിട്ടാണ് തോന്നുന്നത്. ഒരു പകൽ സ്വപ്നം. മിലിക്കെന്തോ സംഭവിച്ചു. മേ ഐ കമിൻ മാഡം? വാതുക്കൽ വേണിയുടെ സ്വരം കേട്ടതും രാഗിക്ക് ജീവൻ വെച്ചു. മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒന്നും തുറന്നു പറയാൻ വേറെ ആരാണ് അവൾക്കുള്ളത്? സ്റ്റൂള് നീക്കിയിട്ടിരുന്നുകൊണ്ട് വേണി ചോദിച്ചു, രാത്രി സുഖമായിട്ട് ഉറങ്ങിയോ? എന്താ മുഖത്തൊരു പ്രസാദം? കഥാനായകൻ എങ്ങാനും വന്നിട്ട് പോയോ? അവള് നാണിച്ചു ചിരിക്കുമെന്നാണ് വേണി വിചാരിച്ചത്. അതുണ്ടായില്ല. എന്താ കുട്ടി മുഴുങ്ങിയസ്യാന്ന് നോക്കുന്നത്? മിലി മിലി ആകാംക്ഷയോടെ വേണി ചോദിച്ചു. വന്നിരുന്നു. വേണിക്കതൊരു വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ രാത്രി പെട്ടെന്ന് ഓർമ്മയിൽ തെളിഞ്ഞു. തീക്ഷ്ണമായ സംഭാഷണത്തിന്റെ തുടക്കം, തന്റെ ചോദ്യങ്ങള്, ഒടുവില് അവളുടെ നിഗൂഢത നിറഞ്ഞ ദൗത്യം. എപ്പോഴാ വന്നത്? കുറച്ചു മുമ്പ്. എന്നിട്ട് കരഞ്ഞു. അപ്പൊ എനിക്ക് കരച്ചില് വന്നുട്ടോ. വേണിയുടെ കണ്ണുകളിൽ അത്ഭുതത്തിന്റെയും ആഹ്ലാദത്തിന്റെയും വെളിച്ചം മാറി മാറി തെളിഞ്ഞു. എന്റെ വായില് ഓറഞ്ച് വെച്ച് തന്നു. കൊച്ചുകുട്ടിയുടെ അർഷോന്മാദത്തോടെ രാഗി പറഞ്ഞു. പിന്നെ അവൾ എന്തൊക്കെയാ പറഞ്ഞത്? ആ ചോദ്യം ഒരു ചൂണ്ടലാണെന്ന് രാഗി അറിഞ്ഞു. ഇരുട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്നത് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം. ഒരു വാക്കുപോലും താനറിയാതെ പുറത്തു വീഴാതിരിക്കാൻ എന്നവണ്ണം രാഗി വായി പൊട്ടിവെച്ചു. അത് ശ്രദ്ധിച്ച് വേണി മുന്നോട്ട് വന്നു. രാഗിയുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. എനിക്കൊരു ഊഹമുണ്ട്, പറയട്ടെ? വേണ്ട വേണി. എന്റെ മനസ്സിലൊരു ചോദ്യം കിടന്ന് വല്ലാതെ ശല്യം ചെയ്യുന്നു കുട്ടി. നീ വീണത് വേണ്ട. കരച്ചിൽ പോലെ രാഗി യാചിച്ചു. ദൃഢനിശ്ചയത്തിന്റെ സ്വരം അവൾ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. ഇനി ഓർക്ക പോലും ചെയ്യരുതേ, പ്ലീസ്. രാഗിയുടെ കണ്ണുകൾ നനഞ്ഞു നിറയുന്നതും വേണി വിസ്മയത്തോടെ നോക്കിയിരുന്നു. പിന്നെ കൂട്ടുകാരിയുടെ കവിളിൽ മെല്ലെ തട്ടി ഉറപ്പുകൊടുത്തു. ഇല്ല, കഴിഞ്ഞു. മേലിൽ ഒരിക്കലും അതേപ്പറ്റി ചോദിക്കില്ല. അങ്ങനെ ആയിരുന്നെങ്കിലും പ്രോമിസ്. വേണിയുടെ കൈപ്പത്തിയിൽ നന്ദിപൂർവ്വം രാഗി ഉമ്മ വെച്ചു. ഉച്ചയോടെയാണ് വേണി ഹോസ്റ്റലിലെത്തിയത്. വേണിയെ കണ്ടതും കല്യാണി മേനോൻ മുറിയിലേക്ക് മാടി വിളിച്ചു. ഇരിക്കി. എങ്ങനെയുണ്ട് രായ്ക്ക്? നല്ല ഭേദമുണ്ട്. ദത്തേട്ടനെ അവിടെ ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അതിലും വലിയ മെഡിസിൻ ഉണ്ടോ? കല്യാണി മേനോൻ പൊട്ടിച്ചിരിച്ചു. ആ ചിരി ഇടയിൽ വെച്ച് മുറിഞ്ഞു. അവര് പറഞ്ഞു, ഇന്ന് എനിക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടില്. കൃത്യം 9 മണിക്ക്. ആരാ ടീച്ചറെ? കുട്ടിക്കറിയുന്ന ആളാ. കുട്ടിയുടെ റൂംമേറ്റ് മിലി. അതെ, മിലി തന്നെ. ടീച്ചറിന്റെ വീട്ടില് ഇതേ അമ്പരപ്പ് അപ്പം എനിക്കും ഉണ്ടായി. എൻ്റെ വീട്ടിലെന്നല്ല, ഈ റൂമിൽ പോലും കയറാത്ത കുട്ടിയാ. സ്നേഹം വേണ്ട,
ഇത്തിരി റെസ്പെക്റ്റെങ്കിലും ഇതുവരെ കാട്ടിയിട്ടില്ലാത്ത കുട്ടിയാ. രാവിലെ എൻ്റെ വീട്ടില്. ഇത് അത്ഭുതങ്ങളുടെ ദിവസമാണെന്ന് തോന്നുന്നു ടീച്ചർ. എന്നിട്ട് മേശമേൽ കൈമുട്ടുകൾ കുത്തി മുന്നോട്ടാഞ്ഞ് വേണി ചോദിച്ചു. എന്തിൻ്റെയെങ്കിലും പേരിൽ എന്നോട് വഴക്കുണ്ടാക്കാനാകും എന്ന് ഞാനാ ധരിച്ചത്. അത് തെറ്റി. ആ കുട്ടിയെ പറ്റിയുള്ള സർവ്വ കാൽക്കുലേഷൻസും തെറ്റിപ്പോയി. തെറ്റിയെന്ന് പറയുക കൂടുതൽ ശരി. 10-15 മിനിറ്റോളം മിലി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അടുക്കളയിൽ കയറി ചായ ഇട്ടു. ഒരു ഗ്ലാസ് എനിക്കും ഒന്നാ കുട്ടിക്കും. എന്തൊരു കണ്ടിന്യൂസ് ഡയലോഗായിരുന്നു എൻ്റെ വേണി. പൊളൈറ്റായിട്ട്, സ്നേഹത്തോടെ, അങ്ങേയറ്റ അടുപ്പത്തോടെ. എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. മുറിയിലുണ്ടോ മിലി? അറിയില്ല, ഞാനിപ്പോ വന്നേ ഉള്ളൂ. അല്ല കുട്ടി, എന്താ ഇങ്ങനൊരു മാറ്റം? ചെകുത്താൻ ദേവതയാകും പോലെ. എന്തു ആയിക്കോട്ടെ, നന്നായി അല്ലേ? ഞാൻ മിലിയൊന്ന് കണ്ടിട്ട് വരാം ടീച്ചർ. വേണി ധൃതിയിൽ പടികൾ കയറി മുറിയിലെത്തി. മുറിയില് മിലി ഉണ്ടായിരുന്നില്ല. ബാത്റൂമിൽ ഷവറിന്റെ ശബ്ദം കേട്ടു. വേണി വാതിലിൽ മുട്ടി വിളിച്ചു. മറുപടി വന്നു. കുറെ യാത്രയുണ്ടായിരുന്നിട, ആകെ വേർത്തുനാറി. ഒന്ന് കുളിക്കാം. വേഗം വാ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. എനിക്കും. എന്നാ വേഗം വാ. ഞാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. നിനക്കൊരു സാധനം ഞാൻ മേശയുടെ ഡ്രോയിൽ വെച്ചിട്ടുണ്ട്, എന്റെ ഡയറിയുടെ ഉള്ളിൽ. എന്താ അത്? എടുത്തു നോക്ക്, ഞാനിപ്പോ വരാം. വേണി മേശക്കടുത്തെത്തി. മേശ വലിപ്പ് തുറന്നു. കറുത്ത ചട്ടയുള്ള ഡയറി. വേണി ഡയറി എടുത്ത് തുറന്നു. ഇളം നീല നിറത്തിലുള്ള ഒരു കടലാസം 4ആയി മടക്കി വെച്ചിരിക്കുന്നു. മീതെ എന്റെ വേണിക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. വേണി കടലാസ് നിർത്തി. വേണി, ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു. നീ പറഞ്ഞത് സത്യമാണ് വേണി. അത് ഹോസ്പിറ്റലല്ല, ക്ഷേത്രമായിരുന്നു. ദൈവമുള്ള സ്ഥലമാണല്ലോ ക്ഷേത്രം. ഞാൻ ദൈവത്തെ കണ്ടു. നീ പറഞ്ഞതുപോലെ ഞാൻ കൊടുത്ത മുള്ളുകൾക്ക് പകരം എനിക്ക് റോസാപ്പൂക്കൾ തന്ന ദൈവം. ആ ദൈവത്തിന്റെ മുമ്പിലിരുന്ന് ഈ പെണ്ണ് കുറെ കരഞ്ഞു. ചെയ്ത പാവം അത്രയും കണ്ണീരിൽ കഴുകിക്കളയാൻ നോക്കി. തൃപ്തിയായില്ല വേണി. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം മറ്റൊരു ശ്രമം നടത്തിയാണ്. ജയിച്ചാൽ സന്തോഷം, സമാധാനം. ഞാൻ ജയിക്കും. എല്ലാവർക്കും വിടാം. മിലി. പെരുമ്പറ കെട്ടുന്ന ഹൃദയത്തോടെയാണ് കത്തിന്റെ അവസാനം ഭാഗം വേണി വായിച്ചത്. കണ്ണിൽ ആകെ ഇരുട്ട് കയറി നിറഞ്ഞു. കൈകാലുകൾ കുഴയുന്നുവെന്നറിഞ്ഞു. കിതച്ചുകൊണ്ട് അവൾ ബാത്റൂമിന് നേർക്ക് എത്രയും വേഗം എത്താൻ ശ്രമിച്ചു. ബാത്റൂമിന്റെ വാതിൽ വളരെ വളരെ ദൂരത്താണെന്ന് തോന്നി. ദൈവമേ! തളരുന്ന കാലുകളിൽ ഒടുവിൽ അവള് അടഞ്ഞ വാതിക്കലെത്തി വാതിൽ ആഞ്ഞടിച്ചു. മിലി! ഷവറിന്റെ ശബ്ദത്തിൽ തന്റെ ശബ്ദം മുങ്ങിപ്പോകുന്നത് വേണി അറിഞ്ഞു. അവള് ഉച്ചത്തിൽ വിളിച്ചു. മിലി! അവളുടെ ശബ്ദത്തിന്റെ പ്രതിധ്വനി ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഓരോ വാതിലിലും ചെന്നുമുട്ടി വിളിച്ചു. റൂം നമ്പർ 18 നേർക്ക് അന്തേവാസികളുടെ പുറകെ പാഞ്ഞു. അനേകം മുഖങ്ങൾ വിളിച്ചു മിലി. അനേകം കൈകൾ വാതിലടിച്ചു. ഒടുവില് തുറന്നു വാറിയ വാതിലിനപ്പുറം ജലധാര. കൃതാർത്ഥമായ മനസ്സുപോലെ ജലധാര. ജലധാരയ്ക്ക് കീഴിൽ സംതൃപ്തിയോടെ മലർന്നു കിടക്കുന്ന പെൺകുട്ടി. ഷവറിൽ നിന്നുള്ള വെള്ളത്തിൽ വെളുത്ത കൈകള് അവളുടെ മുഖം തഴുകുന്നു. അവളുടെ ഓമനിക്കുന്നു. അവളുടെ ഇടം കൈത്തണ്ടയിൽ നിന്നും ജ്വലിക്കുന്ന ചോര വെള്ളത്തിൽ കലരുന്നു. വലത്തെ ഉള്ളംകൈയിൽ നിന്നും ഒരു പുതിയ ബ്ലേഡ് തിളങ്ങുന്നു. മിലിയുടെ പാതിയടഞ്ഞ കണ്ണുകളിലേക്ക് വേണി സൂക്ഷിച്ചു നോക്കി. ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. ആ മന്ത്രണത്തിന് ഒരു പുതിയ സ്വരമായിരുന്നു, പുതിയ താളമായിരുന്നു. മൃതിയുടെ ലോകത്തിന്റെ താളം. വേണി, ഞാൻ ജയിച്ചു. ഇനി എന്നെ സ്നേഹിക്കുവോ? എനിക്ക് മാപ്പു തരുവോ? പ്രിയരെ, നമ്മുടെ കഥ അസൂയ പൂക്കൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ മുതൽ നമ്മളൊരു പുതിയ നോവലുമായിട്ട് കണ്ടുമുട്ടുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈം.